കുട്ടികളെ, എല്ലാ പേർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ 4ാമത്തെ യൂണിറ്റിലെ ആദ്യ 2 സെഷനുകൾ നിങ്ങൾ പഠിക്കുകയുണ്ടായി. ബാക്കിയുള്ള 2 സെഷനുകളാണ് ഈ വീഡിയോയിൽ ഉള്ളത്. ഇന്ന് നമ്മൾ സ്പെഷ്യലിസ്റ്റ് സപ്പോർട്ട് ടു കസ്റ്റമേഴ്സ് എന്ന പാഠഭാഗത്തിലെ 3ഉം 4ഉം സെഷനുകളായ പേഴ്സണലൈസ്ഡ് കസ്റ്റമർ സർവീസ് എന്നതും പോസ്റ്റ് സെയിൽസ് സർവീസ് സപ്പോർട്ട് എന്നതുമാണ് മനസ്സിലാക്കുന്നത്. ആദ്യമായി എന്താണ് പേഴ്സണലൈസ്ഡ് കസ്റ്റമർ സർവീസ് എന്ന് നോക്കാം. പേഴ്സണലൈസ്ഡ് കസ്റ്റമർ സർവീസ് വ്യക്തിഗത ഉപഭോക്തൃ സേവനങ്ങൾ. പേഴ്സണലൈസ്ഡ് കസ്റ്റമർ സർവീസ് refers to delivering customized services that cater to the exact needs and wants of the customers. This way, a customer can feel more connected to the company. As the customers receive tailor-made solutions to their needs and wants, it leaves them with a sense of satisfaction and repeated sales. ഓരോ ഉപഭോക്താക്കളുടെയും വ്യക്തിഗത ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ വിധത്തിൽ ഉൽപ്പന്നങ്ങൾ നൽകുന്ന പ്രവർത്തനമാണ് വ്യക്തിഗത ഉപഭോക്തൃ സേവനങ്ങൾ എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത്. ഇതിലൂടെ കമ്പനികൾക്ക് ഉപഭോക്താവിനോടുള്ള ബന്ധം ദൃഢപ്പെടുത്തുവാൻ സാധിക്കുന്നു. ഓരോ ഉപഭോക്താവിനും അവർക്ക് അനുയോജ്യമായ വ്യക്തിഗത ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നതിലൂടെ മികച്ച ഉപഭോക്തൃ സംതൃപ്തിയും ബിസിനസ് സ്ഥാപനങ്ങൾക്ക് തുടർ വിൽപ്പനയും ഇതിലൂടെ സാധ്യമാകുന്നു. നെക്സ്റ്റ് ഈസ് കസ്റ്റമർ സർവീസ് സ്റ്റാൻഡേർഡ്സ്. അടുത്തതായി ഉപഭോക്തൃ സേവന മാനദണ്ഡങ്ങൾ. Customer service standards are a set of policies and expectations that have been created and adopted by a company to strengthen their customer service practices. ഉപഭോക്തൃ സേവന രീതികൾ ശക്തിപ്പെടുത്തുന്നതിനായി കമ്പനികൾ സൃഷ്ടിക്കുകയും അവലംബിക്കുകയും ചെയ്യുന്ന നയങ്ങളെയാണ് ഉപഭോക്തൃ സേവന മാനദണ്ഡങ്ങൾ എന്നത് സൂചിപ്പിക്കുന്നത്. Companies adopt these standards to empower customer service employees to resolve complaints, problems and questions as quickly as possible. ഉപഭോക്തൃ പരാതികളും പ്രശ്നങ്ങളും ചോദ്യങ്ങളും കഴിയുന്നതും വേഗത്തിലും തൃപ്തികരമായും പരിഹരിക്കാൻ ഉപഭോക്തൃ സേവന ജീവനക്കാരെ പ്രാപ്തരാക്കുന്നതിനാണ് കമ്പനികൾ ഈ മാനദണ്ഡങ്ങൾ സ്വീകരിക്കുന്നത്. Strong customer service standards can help a company to retain more loyal customers and increase profit significantly. ശക്തമായ ഉപഭോക്തൃ സേവന മാനദണ്ഡങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ ഒരു കമ്പനിക്ക് കൂടുതൽ വിശ്വസ്തരായ ഉപഭോക്താക്കളെ നിലനിർത്താനും ലാഭം ഗണ്യമായി വർദ്ധിപ്പിക്കുവാനും സാധിക്കും. അടുത്തതായി മികച്ച ഉപഭോക്തൃ സേവനത്തിനായി എന്തൊക്കെ ചെയ്യാം എന്ന് നോക്കാം. Best practices for customer services. First one is greet the customers. ഉപഭോക്താക്കളെ അഭിവാദ്യം ചെയ്യുക. Listen effectively to customers' requests. ഉപഭോക്താക്കളുടെ റിക്വസ്റ്റുകൾ ശ്രദ്ധാപൂർവം ശ്രവിക്കുക. Promptly take necessary action. ആവശ്യമായ നടപടി ഉടനടി എടുക്കുക. Inform customers if there is any unexpected delays. എന്തെങ്കിലും അപ്രതീക്ഷിത കാലതാമസം ഉണ്ടെങ്കിൽ ഉപഭോക്താവിനെ അത് അറിയിക്കുക. Respond immediately. ഉപഭോക്താവിന്റെ ആവശ്യങ്ങൾക്ക് ഉടനടി നടപടി സ്വീകരിക്കുക. Now let's move on to customized sales support. The customer needs support from the customer sales associate in the following areas. ഉപഭോക്താവിന് കസ്റ്റമർ സെയിൽസ് അസോസിയേറ്റിൽ നിന്ന് ഇനി പറയുന്ന മേഖലകളിൽ പിന്തുണ ആവശ്യമാണ്. Respond as quickly as possible. കഴിയുന്നത്ര വേഗത്തിൽ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങളോട് പ്രതികരിക്കുക. Know your customers. ഉപഭോക്താവിനെ മനസ്സിലാക്കുക, അതായത് ഉപഭോക്താവിന്റെ ആവശ്യങ്ങളും താല്പര്യങ്ങളും മനസ്സിലാക്കുക. Create and maintain rapport with customers. ഉപഭോക്താക്കളുമായി നല്ല ബന്ധം സൃഷ്ടിക്കുകയും അത് പരിപാലിക്കുകയും ചെയ്യുക. Identify customer needs, preferences and practices. ഉപഭോക്താക്കളുടെ ആവശ്യങ്ങളും മുൻഗണനകളും തിരിച്ചറിയുക. Ask the customer to know amount of their disposable. സാധനം വാങ്ങാനായി ഉപഭോക്താവ് ചെലവാക്കാൻ താൽപ്പര്യപ്പെടുന്ന തുക എത്രയാണെന്ന് ചോദിച്ചറിയുക.
Provide information on sales of additional or related products. ഷോപ്പിൽ ലഭ്യമായിട്ടുള്ള അനുബന്ധ ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉപഭോക്താവിനെ അറിയിക്കുക. Advise customers for taking purchase decision. വാങ്ങൽ തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഉപഭോക്താക്കൾക്ക് വേണ്ട സഹായങ്ങളും ഉപദേശങ്ങളും നൽകുക. അടുത്തതായി വ്യക്തിഗത വിൽപ്പന പിന്തുണയുടെ വിവിധ ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Steps involved in personalized sales support. First one is track consumer actions. ആദ്യമായി ഉപഭോക്താവിന്റെ പ്രവർത്തനങ്ങൾ ട്രാക്ക് ചെയ്യുക. അതായത് കസ്റ്റമർ ഏത് ഉൽപ്പന്നം വാങ്ങാനാണ് എത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അനലൈസ് കൺസ്യൂമേഴ്സ് ബൈ കോണ്ടെക്സ്റ്റ്. സന്ദർഭത്തിനനുസരിച്ച് ഉപഭോക്താക്കളെ വിശകലനം ചെയ്യുക. ഉപഭോക്താവിന്റെ പെരുമാറ്റ രീതികൾ, അവരുടെ അപ്പിയറൻസ് എന്നിവ മനസ്സിലാക്കി ഏത് തരം ഉൽപ്പന്നമാണ് കസ്റ്റമർക്ക് താല്പര്യം എന്ന് മനസ്സിലാക്കുക. യൂസ് ടാർഗറ്റിംഗ് റൂൾസ്. വ്യക്തിഗത ടാർഗറ്റിംഗ് നിയമങ്ങൾ ഉപയോഗിക്കുക. ഇവിടെ കസ്റ്റമർ അനലൈസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവർ നടത്തിയ പ്രോഡക്റ്റ് സെർച്ചുകളുടെ അടിസ്ഥാനത്തിൽ ഏത് ഉൽപ്പന്നമാണ് അഥവാ ഏതൊക്കെ ഉൽപ്പന്നങ്ങളാണ് ഉപഭോക്താവിന്റെ അടുത്ത് ഹൈലൈറ്റ് ചെയ്യണമെന്ന് സെയിൽസ് അസോസിയേറ്റ് തീരുമാനിക്കുന്നു. ക്രിയേറ്റ് റൂൾ ബേസ്ഡ് ക്രോസ് സെല്ലിംഗ് റെക്കമെൻഡേഷൻസ്. അടുത്തതായി ക്രോസ് സെല്ലിംഗ് ശുപാർശകൾ നൽകുക. ഒന്നിലധികം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന വിൽപ്പനക്കാരൻ ഉപഭോക്താവ് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് പുറമെ മറ്റൊരു ഉൽപ്പന്നം കൂടി വാങ്ങിപ്പിക്കുന്നതിനെയാണ് ക്രോസ് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണമായി ഹോം ലോൺ എടുക്കുന്ന ഉപഭോക്താവിനെ കൊണ്ട് ബാങ്കുകൾ ഡ്വെല്ലിംഗ് ഇൻഷുറൻസ് അഥവാ വീടുകളുടെ ഇൻഷുറൻസ് എടുപ്പിക്കുന്നത് ഒരു ഉദാഹരണമായി ഇവിടെ പറയാവുന്നതാണ്. മൊബൈൽ കൊമേഴ്സ് പേഴ്സണലൈസേഷൻ. നമുക്കറിയാം, പല മുൻനിര റീറ്റെയിൽ വിൽപ്പനക്കാരും അവരുടെ സമീപനം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നതിലേക്ക് പരിഷ്കരിക്കുന്ന ഒരു സമയമാണിത്. മൊബൈൽ കൊമേഴ്സ്, ഇ കൊമേഴ്സ് എന്നിവയിലൂടെയെല്ലാം കസ്റ്റമേഴ്സിന് വ്യക്തിഗത അറിയിപ്പുകളും ഓഫറുകളും ഒക്കെ നൽകി ഉപഭോക്തൃ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും അതിലൂടെ മികച്ച സേവനവും ഉൽപ്പന്നങ്ങളും നൽകാനും റീറ്റെയിലേഴ്സിന് സാധിക്കും. അതിനാൽ എം കൊമേഴ്സ്, ഇ കൊമേഴ്സ് തുടങ്ങിയ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ ഒരു ഘട്ടത്തിൽ ചെയ്യേണ്ടത്. Generate loyalty through personalized services. വ്യക്തിഗത സേവനങ്ങൾ നൽകി ഉപഭോക്തൃ വിശ്വസ്തത സൃഷ്ടിക്കുക. Generate repeat sales. തുടർ വിൽപ്പന സാധ്യമാക്കുക. മികച്ച കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റിലൂടെയും പുതിയ കസ്റ്റമേഴ്സിന് സ്പെഷ്യൽ ഓഫറുകൾ നൽകിയും ലോയൽ കസ്റ്റമേഴ്സിനെ സൃഷ്ടിച്ച് വിൽപ്പന വിപുലപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നതാണ് ഈ ഘട്ടത്തിൽ ചെയ്യേണ്ടത്. Next session in this video is post-sales service support. വിൽപ്പനാനന്തര സേവനം. Post-sales service support, also called after-sales service, is any service provided after a customer has purchased a product. ഒരു ഉപഭോക്താവിന് ഉൽപ്പന്നം വാങ്ങിയതിനു ശേഷം വിൽപ്പനക്കാരൻ നൽകുന്ന ഏത് സേവനത്തിനെയും പോസ്റ്റ് സെയിൽസ് സർവീസ് സപ്പോർട്ട് അഥവാ വിൽപ്പനാനന്തര സേവനം എന്ന് പറയാവുന്നതാണ്. After-sales support may be provided by a retailer, manufacturer, or a third-party customer service provider. It may include warranty services, training, repairs, or various other services. ഒരു റീറ്റെയിലറോ ഉൽപ്പന്ന നിർമ്മാതാവോ അല്ലെങ്കിൽ ഒരു മൂന്നാം കക്ഷിയായ കസ്റ്റമർ സർവീസ് ദാതാവോ ഇത്തരം വിൽപ്പനാനന്തര സേവനങ്ങൾ നൽകാം. അതിൽ വാറന്റി സേവനം, ഉൽപ്പന്ന പരിശീലനം, അറ്റകുറ്റപ്പണികൾ, മറ്റ് വിവിധ സേവനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. Now, different types of post-sales service support. 3 വിധത്തിലാണ് വിൽപ്പനാനന്തര സേവനങ്ങൾ ലഭ്യമാക്കുന്നത്. ഒന്നാമതായി ഓൺലൈൻ സപ്പോർട്ട്, ടെക്നിക്കൽ സപ്പോർട്ട് ഓർ ഹെൽപ്പ് ഡെസ്ക്. നമ്മൾ പലപ്പോഴും മൊബൈൽ നെറ്റ്വർക്കുകളുടെ പരാതികൾ പറയാനായി കമ്പനികളുടെ ടോൾ ഫ്രീ നമ്പറുകൾ കോൺടാക്ട് ചെയ്യാറുണ്ട്. കംപ്ലൈന്റുകൾ ഇവിടെ ഓൺലൈനായി തന്നെ പരിഹരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഓൺലൈനായോ ടെലിഫോൺ മുഖാന്തരമോ സേവനങ്ങൾ നൽകുന്നതിനെയാണ് ഓൺലൈൻ സപ്പോർട്ട് അഥവാ ടെക്നിക്കൽ സപ്പോർട്ട് അഥവാ ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയുന്നത്.
രണ്ടാമതായി ഓൺ സൈറ്റ് കസ്റ്റമർ സപ്പോർട്ട്. ഇവിടെ ഉൽപ്പന്നത്തിന് നേരിട്ടുള്ള അറ്റകുറ്റപ്പണികൾ ആവശ്യമാണെങ്കിൽ ഇത്തരം വിൽപ്പനാനന്തര സേവനമാണ് അഭികാമ്യം. ഉദാഹരണമായി കാറുകൾ, ഹോം അപ്ലയൻസസുകൾ എന്നിവയുടെ റിപ്പയറുകൾ. മൂന്നാമതായി കസ്റ്റമർ ട്രെയിനിങ്. ഉൽപ്പന്നം എങ്ങനെ പ്രവർത്തിപ്പിക്കണം, അതിന്റെ ഉപയോഗം എന്നിവയെക്കുറിച്ചുള്ള ട്രെയിനിങ് ക്ലാസുകൾ ഉപഭോക്താവിന് നൽകുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഉദാഹരണമായി പല കമ്പനികളുടെയും മൈക്രോവേവ് അവന്റെ പ്രവർത്തനം വിശദീകരിക്കുന്ന ട്രെയിനിങ് ക്ലാസുകൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാണ്. ഈ വീഡിയോയിൽ അടുത്തതായി നമ്മൾ പഠിക്കുന്നത് കസ്റ്റമർ ഡേറ്റ അഥവാ ഉപഭോക്തൃ വിവരങ്ങൾ എന്ന പാഠഭാഗമാണ്. കസ്റ്റമർ ഡേറ്റ. Customer data is the information held about customers by a business firm. It usually includes the details regarding the customers such as name, contact details, buying habits, etc. It may be obtained from customers through observation or by asking direct questions. ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഉപഭോക്താക്കളുടെ വിവരങ്ങളെയാണ് കസ്റ്റമർ ഡേറ്റ എന്ന് പറയുന്നത്. ഇതിൽ സാധാരണയായി ഉപഭോക്താവിന്റെ പേര്, അഡ്രസ്, വാങ്ങൽ രീതികൾ എന്നിവയാണ് ഉണ്ടാവുക. നിരീക്ഷണത്തിലൂടെയോ നേരിട്ടുള്ള ചോദ്യങ്ങളിലൂടെയോ ആണ് ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നത്. അടുത്തതായി കസ്റ്റമർ ഇൻഫർമേഷൻ ശേഖരിക്കുന്ന വിവിധ രീതികൾ. ഓർഡർ ഫോമുകൾ, എൻക്വയറീസ്, കംപ്ലൈന്റ് റെക്കോർഡ്സ്, വാറന്റി കാർഡ്സ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ സർവേസ്, ഫീഡ്ബാക്ക് ഫോംസ്, കമ്പനി വെബ്സൈറ്റ് എന്നിവയിലെല്ലാം നിന്നാണ് സാധാരണയായി ഉപഭോക്തൃ വിവരങ്ങൾ ശേഖരിക്കുന്നത്. കസ്റ്റമർ ഡേറ്റ കളക്ട് ചെയ്താൽ മാത്രം പോരാ, അത് കൃത്യമായി സ്റ്റോർ ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും പ്രൊട്ടക്ട് ചെയ്യുകയും വേണം. സ്റ്റോറിംഗ് കസ്റ്റമർ ഇൻഫർമേഷൻ. Customer information is confidential and must be stored securely. A simple way to store customer information is using electronic spreadsheet. If there is detailed information, a customer relationship management database might be more suitable. ഉപഭോക്തൃ വിവരങ്ങൾ രഹസ്യാത്മകമാണ്. മാത്രമല്ല അവ സുരക്ഷിതമായി സൂക്ഷിക്കുകയും വേണം. ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റുകൾ ഉപയോഗിക്കുന്നതാണ് കസ്റ്റമർ ഡേറ്റ ശേഖരിക്കാനുള്ള ലളിതമായ മാർഗം. വിശദമായ വിവരങ്ങൾ ഉണ്ടെങ്കിൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ഡേറ്റാബേസുകളാണ് കൂടുതൽ അഭികാമ്യം. മെയിൻറ്റെയിനിങ് കസ്റ്റമർ ഇൻഫർമേഷൻ. ഉപഭോക്തൃ വിവരങ്ങളുടെ പരിപാലനം. ഉപഭോക്തൃ വിവരങ്ങൾ കാലികം അഥവാ അപ് ടു ഡേറ്റ് ആണെങ്കിലേ ഉപയോഗപ്രദമാകുകയുള്ളൂ. അതിനാൽ അവയുടെ കൃത്യത പതിവായി പരിശോധിച്ച് അപ്ഡേറ്റ് ചെയ്യേണ്ടത് അനിവാര്യമാണ്. Benefits of maintaining records of customer information. ഉപഭോക്തൃ വിവരങ്ങളുടെ രേഖകൾ സൂക്ഷിക്കുന്നതിന്റെ പ്രയോജനങ്ങൾ. Helps to work more efficiently. കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ സഹായിക്കുന്നു. Protect interest of government, business and employees. ഗവൺമെന്റിന്റെയും ബിസിനസിന്റെയും ജീവനക്കാരുടെയും താൽപര്യങ്ങൾ പരിരക്ഷിക്കുന്നു. Displays cost and impact on the business. ബിസിനസ്സിലെ ചെലവും സ്വാധീനവും കാണിക്കുന്നു. Enables re-examination of process and decisions. പ്രവർത്തനങ്ങളുടെയും തീരുമാനങ്ങളുടെയും പുനഃപരിശോധന ഇതിലൂടെ സാധ്യമാകുന്നു. Helps in research and development activities. ഗവേഷണ വികസന പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു. Helps in steadiness and stability in business. ബിസിനസ്സിൽ സ്ഥിരത കൈവരിക്കുവാൻ സഹായിക്കുന്നു. Customer data protection. ഉപഭോക്തൃ ഡാറ്റ പരിരക്ഷണം. The information that is entrusted to the business by its customers must be protected. Any breach could result in heavy fines. Business must take all possible action to protect their customer data. ഉപഭോക്തൃ വിവരങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. അതിനാൽ ഉപഭോക്താക്കളുടെ വിവരങ്ങൾ പരിരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എന്തെങ്കിലും വിധത്തിലുള്ള വിവര പരിരക്ഷാ ലംഘനങ്ങൾക്ക് കനത്ത വില നൽകേണ്ടി വരും. അതിനാൽ ഉപഭോക്തൃ ഡേറ്റ പരിരക്ഷിക്കുന്നതിന് ബിസിനസ്സുകൾ സാധ്യമായ എല്ലാ നടപടികളും കൈക്കൊള്ളേണ്ടതാണ്. Now
let's see the steps to customer data safety and security. അടുത്തതായി ഉപഭോക്തൃ ഡേറ്റ സുരക്ഷയ്ക്കുള്ള ഘട്ടങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. All IT systems, antivirus and firewall protection should be up to date. എല്ലാ IT ഉപകരണങ്ങളും നൂതന ആന്റിവൈറസ് സോഫ്റ്റ്വെയറുകളും ഫയർവാൾ പ്രൊട്ടക്ഷനും ഉപയോഗിച്ച് സുരക്ഷിതമാക്കേണ്ടതാണ്. The staff members should be educated about a good data security policy. നല്ല ഡേറ്റ സുരക്ഷാ നയത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ഉദ്യോഗസ്ഥരെ ബോധവൽക്കരിക്കേണ്ടതാണ്. Removal of sensitive customer data on removable media such as USB drives should be prevented. USB ഡ്രൈവുകൾ പോലെയുള്ള നീക്കം ചെയ്യാവുന്ന മീഡിയയിൽ ഉപഭോക്തൃ വിവരങ്ങൾ ശേഖരിച്ച് നീക്കം ചെയ്യുന്നത് തടയേണ്ടതാണ്. Mobile devices such as smartphones and tablet PCs should use secure connections. സ്മാർട്ട് ഫോണുകൾ, ടാബ്ലറ്റ് പിസികൾ എന്നിവ പോലെയുള്ള മൊബൈൽ ഉപകരണങ്ങൾ സുരക്ഷിത കണക്ഷനുകൾ ഉപയോഗിക്കേണ്ടതാണ്. Backups of customer data are vital to carry out on a regular basis. ഉപഭോക്തൃ ഡേറ്റയുടെ ബാക്കപ്പ് ഫയലുകൾ സൂക്ഷിച്ചു വയ്ക്കുന്നത് വളരെ പ്രധാനമാണ്. അടുത്തതായി പ്രോമിസസ് ടു കസ്റ്റമേഴ്സ്, ഉപഭോക്തൃ വാഗ്ദാനങ്ങൾ. Keeping promises to its customer is vital for the success of every business. ഓരോ ബിസിനസിന്റെയും വിജയത്തിനായി ഉപഭോക്തൃ വാഗ്ദാനങ്ങൾ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. In order to remain consistently successful in keeping promises to customers, companies must promise only as much as they can deliver. It is risky if it fails to deliver on the customer promise. സുസ്ഥിര വിജയം കരസ്ഥമാക്കാൻ കമ്പനികൾ അവർക്ക് നൽകാൻ കഴിയുന്നത് മാത്രം വാഗ്ദാനം ചെയ്യുക എന്നതിൽ ശ്രദ്ധിക്കണം. ഉപഭോക്തൃ വാഗ്ദാനം പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ അത് ബിസിനസ് തകർച്ചയ്ക്ക് ഇടയാക്കും. Now let's see different types of promises to customers. First one, offer related promises. ഓഫറുകളുമായി ബന്ധപ്പെട്ട വാഗ്ദാനങ്ങൾ. Second one, quality related promises. ഉൽപ്പന്ന നിലവാരവുമായി ബന്ധപ്പെട്ട വാഗ്ദാനങ്ങൾ. Third one, promises related to easy shopping. എളുപ്പത്തിലുള്ള ഷോപ്പിംഗുമായി ബന്ധപ്പെട്ട വാഗ്ദാനങ്ങൾ. Fourth one, promises related to competent services. സേവന നിലവാരവുമായി ബന്ധപ്പെട്ട വാഗ്ദാനങ്ങൾ. ഇതിൽ ഏതുതരം വാഗ്ദാനങ്ങളായാലും അവ പാലിക്കുവാൻ കമ്പനികൾ സദാ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. Now let's see what we have learned in this video. We have learned two major topics from the fourth unit in this video. First one, personalized customer service, and second one, post-sales service support. Along with that, we have gone through the various facts relating to customer data and customer promises. Do it yourself. Conduct a field visit to identify examples for personalization of services offered by different business to its customers in your locality, and make a note on the same and send it to a teacher. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ പ്രദേശത്തെ ഉപഭോക്താക്കൾക്ക് വിവിധ ബിസിനസ്സുകാർ നൽകുന്ന വ്യക്തിഗത സേവനങ്ങളുടെ ഉദാഹരണങ്ങൾ തിരിച്ചറിയാനായി ഒരു ഫീൽഡ് വിസിറ്റ് നടത്തുക. അതിനെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കി നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. താങ്ക് യു.